ഹലോ, നമസ്കാരം. ഇന്ന് കുറച്ച് അടുക്കള വിശേഷങ്ങളാണ്. ഉച്ചയൂണിനുള്ള കുറച്ച് കറികളും അതുപോലെ ചെറിയ രീതിയിലുള്ളൊരു ക്ലീനിങ്ങുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കിച്ചണിലൊരു ചെറിയ പോർഷനുണ്ട് മിക്സിയൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഈ മിക്സിയുടെ ജാറിൽ നിന്നൊക്കെ തെറിക്കുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ വേണ്ട കുറച്ചൊന്നും ഇതായിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പടച്ചട്ടയൊക്കെ കെട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അംഗം തുടങ്ങാം. ഈ ഒരു ഏരിയയാണ് ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്യുന്നൊരു ചെറിയൊരു ലിക്വിഡ് ഉണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അത് എവിടെ നോക്കിയോ എന്തൊക്കെയോ വീഡിയോസ് കണ്ടിട്ട് ഞാൻ മുന്നേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ അതിന് ഒരു ഗ്ലാസ്സിൽ നമ്മൾ സോഡാപ്പൊടി ഇട്ടിട്ട് പിന്നെ അതിനകത്തോട്ട് കുറച്ച് സോപ്പ് പൊടി അല്ലെങ്കിൽ വിം ലിക്വിഡാണ് കുറച്ചുകൂടി നല്ലത്. ഞാനിപ്പോൾ ഇവിടെ സോപ്പ് പൊടിയാണ് എടുത്തത്. അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് വിം ലിക്വിഡ് ചേർക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് വിനാഗിരി, അതാണ് മറ്റൊരു മെയിൻ ഐറ്റം. കുറച്ച് വിനീഗർ നമ്മൾ ആഡ് ചെയ്യുക. അപ്പം കുറച്ച് ഒഴിച്ചാൽ ഞാൻ പെട്ടെന്ന് ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് ഒത്തിരി പൊന്തി വന്നു കേട്ടോ. കുറച്ച് മതി, ഇത് കുറച്ച് അധികമായിപ്പോൾ ഇങ്ങനെ പൊന്തി വന്നു. അത് ഞാൻ പിന്നെ വീട്ടിലൊക്കെ ഹാൻഡ് വാഷിന് എന്തൊക്കെയോ യൂസ് ചെയ്തിട്ടുള്ള ബോട്ടിലുണ്ടായിരുന്നു. ആ ബോട്ടിലിനകത്താണ് ഞാനത് ഒഴിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പതുക്കെ സ്പ്രേ ചെയ്ത് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. ഇതിന് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഏത് സമയത്താണോ ക്ലീൻ ചെയ്യാമെന്ന് ആ ടൈമിൽ നമ്മൾ അത് ഉണ്ടാക്കിയെടുത്തിട്ട് അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, അത് അത്രയും ഇതായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുമോ എന്നറിയില്ല. ഉണ്ടാക്കി ഒരുപാട് നാൾ വെക്കാൻ അങ്ങനെ പറ്റത്തില്ലായിരിക്കും. ഞാൻ ആ സമയത്ത് തന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അത് ആ ബോട്ടിൽ നിറച്ചു. പിന്നെ ഒരു സ്ക്രബ് എടുക്കുന്നുണ്ട്. സ്ക്രബിൽ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് നമ്മൾ ഇച്ചിരി പ്രഷർ യൂസ് ചെയ്യണം കേട്ടോ, അല്ലാണ്ട് നമ്മൾ വെറുതെ ഉരച്ചാലൊന്നും പോവില്ല. കുറച്ച് പ്രഷർ യൂസ് ചെയ്ത് നമ്മൾ നല്ലോണം ഉരച്ച് കഴുകി വൃത്തിയാക്കാം. സ്ക്രബ് എടുത്തതാണത്. ഈ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലായതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ വരുന്നില്ല. നമുക്ക് അല്ലാതെ മറ്റേ സ്പ്രേ ബോട്ടിൽ കിട്ടില്ല, അതാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. എൻ്റെ സ്പ്രേ ബോട്ടിൽ ഇല്ല. അപ്പോൾ ഞാൻ പഴയൊരു തീർന്നു പോയൊരു ഹാൻഡ് വാഷിൻ്റെ കുപ്പിയിലാണ് അതാക്കുന്നത്. നല്ലപോലെ ഉരച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പോരും. ഒരു ഇച്ചിരി പ്രഷർ നമ്മൾ കയ്യിൽ ഇങ്ങനെ കൊടുക്കണമെന്നേ ഉള്ളൂ. ഇങ്ങനെ അല്ലാണ്ട് ഒരു ഉണങ്ങി പിടിച്ചിരിക്കുന്ന ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് പ്രഷർ യൂസ് ചെയ്യണമെന്നുള്ളൂ. ഭയങ്കര എന്താ പറയുക, ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അത്രയും ഹാംഫുള്ളായിട്ടുള്ള യാതൊരു രാസവസ്തുക്കളും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കൈക്ക് അങ്ങനെ പ്രശ്നങ്ങൾ, ഞാൻ ഗ്ലൗസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടൊന്നുമില്ല, കൈക്ക് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും വരില്ല കേട്ടോ. അങ്ങനെ നല്ല നീറ്റായി ക്ലീനായിട്ട് ആ ഒരു ഏരിയ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റി. ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണിന് കുറച്ച് മീൻ ഇരിപ്പുണ്ട്, അത് വറുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ നല്ല അടിപൊളി നമ്മുടെ വാഴക്കൂമ്പുകൾ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തോരൻ വെച്ച് പിന്നെ എന്തെങ്കിലും തൈര് മോരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഈസി ആയിട്ട് എന്തെങ്കിലും ഒരു ഉച്ചകറി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ തോരൻ്റെ പരിപാടിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. നല്ല വലിയ വാഴക്കൂമ്പാണ്, നമ്മളത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല വലുതാണ്, നമുക്ക് വീട്ടിലുണ്ടായി കിട്ടാറുണ്ട്, അങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. അത് 2-3 എണ്ണമൊക്കെ വേണം. ഇതാകുമ്പോൾ ഒരെണ്ണം എന്ന് പറയുന്നത് വലിയ സൈസ്, നല്ല സൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്യുക. പണ്ടൊക്കെ ഈ വാഴയിൽ നിന്ന് ഈ കൂമ്പ് കിട്ടുമ്പോൾ നമ്മൾ അതിനകത്ത് തേനൊക്കെ എടുത്ത് ഇങ്ങനെ കുടിക്കാറുണ്ടല്ലോ. ഇപ്പോൾ അത് പേടിയായി. ഇനി ഇപ്പോൾ വന്നതിന് ശേഷം ഞാൻ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകത്തില്ല. പണ്ട് ഈ വാഴയുടെ കൂമ്പിൻ്റെ അകത്തത്തെ പൂവിൻ്റെ തേന്, അതുപോലെ തെച്ചിപ്പൂ ഉണ്ടല്ലോ, തെച്ചിപ്പൂവിലെ തേന്, അതൊക്കെ കുടിക്കുമായിരുന്നു. നിപ്പ വന്നതിന് ശേഷം എനിക്ക് എല്ലാത്തിനും പേടിയാണ് ഇതുപോലത്തെ. അപ്പം അതൊക്കെ ക്ലീൻ ചെയ്തു. ഇനി പറിച്ച് എടുത്ത് കഴിയുമ്പോൾ അതിനകത്തത്തെ ആ ഒരു വെള്ള, അതിൻ്റെ ഒരു ഭംഗി നല്ല ഭംഗിയല്ലോ. ആ പൂവിൻ്റെ മുട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരിതല്ലേ. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തു. ഒത്തിരി വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പലരും ഞാൻ കേട്ടിട്ടുണ്ട് ഇത്ര അങ്ങ് എടുക്കത്തില്ല എന്നുള്ളത്. പക്ഷെ എനിക്ക് ഒത്തിരി അത് കളഞ്ഞ് അതിനകത്ത് ശരിക്കും വെള്ള കളർ വരുമ്പോൾ എടുക്കാനാണ് ഇഷ്ടം. അല്ലാതെ എനിക്ക് ഒരു ചവർപ്പിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ അങ്ങ് ക്ലീൻ ചെയ്തെടുക്കാം. കണ്ടോ, ആ 4 ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയ വേസ്റ്റാണ് ഇത്രയും. ഇതൊക്കെ കൊണ്ട് കളയാം. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതാണ്ട് ചേട്ടനും കുഞ്ഞും കൂടെ വന്നിട്ടുണ്ട്. അവനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ അതിനകത്തോട്ട് നോക്കിയിരിക്കുക. ഭയങ്കര ഇഷ്ടമാണ് ഫോണൊക്കെ, വീഡിയോ ഒക്കെ ഓണാക്കാൻ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. കുറച്ച് നേരം അവനെ ഒന്ന് കളിപ്പിച്ച് സെറ്റാക്കി രണ്ടുപേരെയും പറഞ്ഞു വിടുവാണ്. അല്ലെങ്കിൽ എൻ്റെ പണി പിന്നെയും ലേറ്റാവും. പൊക്കോളാൻ പറയുകയാണേ. ഇനി ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് ഇതൊന്ന് അരിഞ്ഞെടുക്കലാണ്. ചോപ്പറിൽ വെച്ചിട്ട് ഇത് അരിഞ്ഞെടുക്കുമ്പോഴത്തേനും അതിൻ്റെ ഒരു നാര് പോലത്തെ ഒരു ഏരിയ ഇങ്ങനെ ബ്ലേഡിലൊക്കെ ചുറ്റി പിടിച്ചിരിക്കും. അത് ക്ലീൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതുപോലെ അത് അങ്ങനെ അരിഞ്ഞ് എടുത്ത് വരാനും കുറച്ച് പണിയാണ്. അതിനും ഭേദം എനിക്ക് തോന്നുന്നു അതിനും ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ കത്തി വെച്ച് ഇങ്ങനെ ചിക്കി എടുത്താൽ
കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി ചോപ്പറിനേക്കാളും. ഇനി ചോപ്പറാണ് ഈസിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അരിഞ്ഞ് വന്നപ്പോഴാണ് പെട്ടെന്ന് കയ്യിൽ മറ്റേ ഉറയിടുന്ന കാര്യം മറന്നുപോയത്. അപ്പോൾ പിന്നെ അത് പോയിട്ട് എടുത്തു, പിന്നെയും വന്നിട്ടു. അങ്ങനെയെല്ലാം അരിഞ്ഞ് കിട്ടി. എന്താ കയ്യിൽ വെച്ച് അരിയുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതാണ്, കൈക്കകത്ത് കറ വരും. പക്ഷെ അത് ഒന്ന് സോപ്പൊക്കെ ഇട്ടൊന്ന് ഉരച്ച് കഴിക്കാൻ പോകാമെന്നേ ഉള്ളൂ. പിന്നെ ഇത് നല്ല പോലെ കഴുകണം. തോരൻ വെക്കുന്നതിന് മുന്നേ നല്ല പോലെ ഇത് കഴുകി, ഞാൻ 2-3 പ്രാവശ്യം ഇത് കഴുകി പിഴിഞ്ഞ് എടുക്കും. അല്ലെങ്കിൽ ആ ഒരു കറയുടെ ടേസ്റ്റ് നല്ല പോലെ എടുത്ത് കറിയും കേട്ടോ. കറയുണ്ട് ഇതിന്. നമുക്കത് കഴുകിയെടുക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാം ഒരു നല്ല പോലെ കറയുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം നമ്മളിത് കഴുകി വെള്ളം നല്ലപോലെ ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ തോരയ്ക്ക് വേണ്ട തേങ്ങ വെട്ടുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് തേങ്ങ വെട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ തേങ്ങ പൊളിക്കാൻ, മറ്റേ പൊതിക്കാൻ ഇപ്പോഴും അറിയത്തില്ല. തേങ്ങ വെട്ടാൻ നല്ല പേടിയുള്ള ഒരാളാണ്. പിന്നെ സാഹചര്യം വരുമ്പോൾ ചെയ്യും. അങ്ങനെ ഇപ്പം ഭയങ്കര സാഹസികമായിട്ടൊന്നുമില്ല, 2-3 വട്ടമായിട്ട് പൊട്ടി ഇങ്ങനെ തേങ്ങ പൊട്ടിച്ചു. അതിൽ നമുക്ക് അരമുറി തേങ്ങ മതി. കാരണം ഞാൻ ആ 4 വാഴക്കൂമ്പും എടുത്തില്ല, 1-2 എടുത്തപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഇന്നത്തേക്കുള്ള ആവശ്യത്തിനുള്ളതായിട്ടുണ്ട്. അപ്പോൾ ഒരു അരമുറി തേങ്ങ മതി. അങ്ങനെ കുക്കിംഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. കടുക്, പച്ചമുളക്, ഒരു 4-5 പച്ചമുളക്, തേങ്ങ, ചെറിയ ജീരകം, പിന്നെ കറിവേപ്പില, വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത്രയാണ് നമുക്ക് തോരൻ വെക്കാനുള്ള ആവശ്യമായ സാധനങ്ങൾ. പിന്നെ ചിലർ കൊച്ചുള്ളിയൊക്കെ ചേർക്കുന്നവരുണ്ട്. ബേസിക്കായിട്ട് നമുക്ക് തോരൻ വെക്കാൻ ഇത്രയും സാധനങ്ങൾ മതി. അപ്പോൾ ആദ്യം തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് ശരിയാക്കാം. അതിന് അരമുറി തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇടുക. അതിനകത്തേക്ക് ചെറിയ ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കറിവേപ്പില, അതുപോലെ 2 പച്ചമുളക് ഞാനിതിന് അരയ്ക്കുന്നതിലോട്ട് ചേർക്കുന്നുണ്ട്. ബാക്കി ഞാൻ അല്ലാതെ ചേർക്കുകയാണ് ചെയ്യുന്നത്. അരപ്പിലോട്ട് ഒരു 2 പച്ചമുളക് കൂടി ഇടാം. ഇത്രയും ചേർത്തിട്ട് നമ്മൾ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇപ്പം ഇങ്ങനെ ചതച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കൈ കൊണ്ടങ്ങ് തിരുമ്മും. ഇതിനകത്തോട്ട് കൈ കൊണ്ടങ്ങ് തിരുമ്മി അടയ്ക്കും. കാരണം തേങ്ങ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി ചതച്ചെടുക്കുമെന്ന് മാത്രം. അപ്പോൾ നമുക്കത് ചതച്ചെടുക്കാം. ഇനി ഞാൻ ചെയ്യുന്ന രീതി, ഈ ചതച്ചെടുത്ത ഈ അരപ്പ് ഇതിനകത്തോട്ട് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യും. കൈ വെച്ച് നമുക്ക് തിരുമ്മി ചേർക്കാമെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ സ്പൂൺ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിനെ ഇടയ്ക്ക് പോയി ഫീഡ് ചെയ്യേണ്ടൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ കയ്യിൽ പച്ചമുളകിൻ്റെ എരിവായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. കൈ കൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം നല്ലപോലെ അത് മറ്റേ വാഴക്കൂമ്പുമായിട്ട് ചേർന്ന് നല്ല സ്വാദായിരിക്കും. ഒരു പ്രത്യേക രുചി. നമുക്കത് കൈ വെച്ച് മിക്സ് ചെയ്ത് ചെയ്യുന്നതിനൊക്കെ നല്ല ടേസ്റ്റ് വരും. നാടൻ വിഭവങ്ങളൊക്കെ നമുക്ക് കൈവച്ച് മിക്സ് ചെയ്യാൻ പറ്റുന്നത് കൈവച്ച് മിക്സ് ചെയ്യുന്നതിനാണ് ഏറ്റവും നല്ലത്. ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോകാം. അപ്പം ആസ് യൂഷ്വൽ നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചു. ചട്ടി ചൂടായി വരുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിട്ട് വരുമ്പം അതിനകത്തോട്ട് കടുകിടുക. എണ്ണ ചൂടായി നോക്കുക കേട്ടോ. കടുകിട്ടു. കടുക് പൊട്ടി വരുമ്പം അതിനകത്തോട്ട് കറിവേപ്പില, പിന്നെ 2 വറ്റൽമുളക്, ഇതിത്രയും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരുപാട് അങ്ങനെ മൊഴിയൊന്നും വേണ്ട. ഒന്ന് ഓൾറെഡി ചട്ടി ചൂടായിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ചൂടായി കിട്ടും. ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മറ്റേ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന വാഴക്കൂമ്പിൻ്റെ ആ മിക്സ് അത് ഇതിനകത്തോട്ടിടുക. അപ്പം ഓൾറെഡി ഈ അരപ്പിനകത്ത് ഞാൻ ഉപ്പ് ചേർത്തുകൊണ്ട് ഇപ്പം ഞാൻ ഉപ്പ് വേറൊന്നും ചേർക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇപ്പം മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. താഴത്തെ എണ്ണയും കടുകും വറ്റൽമുളകിൻ്റെയും കറിവേപ്പിലിൻ്റെ ഒക്കെ അത് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട്, ഇത് ഒരു രീതിയുണ്ട്, ഇങ്ങനെ പൊത്തി വയ്ക്കും തോരന്. നല്ലപോലെ അറിയാവുന്നവരായിരിക്കും കൂടുതൽ അല്ലേ. ഇതിങ്ങനെ പൊത്തി വെച്ചിട്ട് ചെറു തീയിൽ നല്ലപോലെ ആവി കയറ്റി അടച്ച് വെച്ച് വേവിക്കണം.
നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. കാരണം ഓൾറെഡി ഇത് കഴുകി എടുക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആവി കയറ്റി വേവിക്കുമ്പം അത് ആ വെള്ളം ഊർന്ന് വരും. ആ വെള്ളത്തിൽ കിടന്നത് വെന്തോളും. പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ അതിൽ കിടന്ന് വേവും. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കുകയോ ചെയ്യരുത്, ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. തോരനൊരു ഭാഗത്താവട്ടെ, നമുക്ക് അപ്പോഴത്തേനും മീൻ വറുത്തെടുക്കാം. അപ്പോൾ എനിക്ക് മറ്റേ ചുവന്ന മീനുണ്ടല്ലോ, ഇവിടെ നമ്മുടെ ചെമ്പല്ലിയോ, ഞങ്ങൾ തൃശ്ശൂരൊക്കെ ഇതിന് മഞ്ഞക്കോര എന്നൊക്കെ പറയും. ആ ഒരു മീനും പിന്നെ ചൂടയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചൂട, കൊഴുവ എന്നൊക്കെ പറയത്തില്ലേ. ഈ മീൻ 2 മീനുമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ചെടുത്ത് വറക്കാം. അപ്പോൾ വറക്കാനായിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി അങ്ങനെയുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തോട്ട് മീനിട്ട് പുരട്ടി അത് വെച്ചു. അത് നോർമൽ നമ്മുടെ സാധാ മീൻ വറുക്കുന്നത് പോലെ തന്നെ അത് വറുക്കാൻ വെച്ചു. ഇപ്പോൾ ചട്ടി ചൂടാകാൻ വെച്ചു. അതിനകത്തോട്ട് കറിവേപ്പില ഇട്ടു. ഈ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ മീൻ കരിയാതെ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. ആരൊക്കെ പറയുന്നു, ഞാനത് ചെയ്യുന്നു, അത്ര തന്നെ. നമ്മൾ ഇപ്പോൾ എത്ര കറിവേപ്പില എന്ത് ഇട്ടെന്ന് പറഞ്ഞാലും അടുപ്പിലോട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ കരിയേണ്ടതാണെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും അല്ലേ. എന്നാലും ഞാനിത് ചെയ്യാറുണ്ട്. അതിന് പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ, അതുള്ളതാണ്. കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും, ഈ വറുക്കുന്ന മീനായാലും എന്തായാലും. ഇപ്പം ഞാൻ മുട്ട ചിക്കി പൊടിക്കുമ്പം ചിലപ്പോൾ കറിവേപ്പില ഇടാറുണ്ട്. അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ മീനെല്ലാം വറുക്കാൻ വെക്കുകയാണ്. അപ്പം പാർട്ടായിട്ടാണ് വറുക്കുന്നത്. അപ്പോൾ 2 മീനിനും 2 തരം വേവാണല്ലോ. അപ്പോൾ ഫസ്റ്റ് ചുമന്ന മീൻ അത് വറക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ കൊഴുവ അല്ലെങ്കിൽ ചൂട എന്ന് പറയുന്ന മീൻ വറക്കാൻ വെച്ചത്. അങ്ങനെ മീനൊക്കെ വറുത്ത് കോരി എടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനതൊരു സർവിങ് ബൗളിലോട്ട് മാറ്റി കുറച്ചൊന്ന് പ്രസൻറ്റബിളായിട്ടൊന്ന് ഒരു പാത്രത്തിലൊക്കെ ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മീൻ വറുത്ത് കോരിയതൊരു ബൗളിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്കൊരു ഒഴിച്ചു കറിയും ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആയി. അപ്പം ഒഴിച്ചു കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി തൈര് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു ഒഴിച്ചു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിനൊരു മോര് കറി എന്നൊക്കെ പറയാം. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറി. അതിന് ചട്ടി ചൂടാക്കാൻ വെച്ചു. എണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുകിട്ടു. കടുക് പൊട്ടി വരുമ്പം കുറച്ച് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് കറിവേപ്പിലയും 2 വറ്റൽമുളക് കീറിയിട്ടതും കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അത് ചൂടായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് 2-3 വെളുത്തുള്ളി അത് നെടുകെ കീറിയിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ തൈരിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് വെളുത്തുള്ളിയിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, ഒരു 3-4 എണ്ണം മതിയാകും. അത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം, ഒരു ടേസ്റ്റിനും ഒരു കളറിനും വേണ്ടിയിട്ട്. അത് 2ഉം കൂടി ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് നമുക്ക് ഈ തൈരൊന്ന് കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് അടിച്ചെടുക്കാം. ഈ അടച്ച് വെച്ച തൈര് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ജസ്റ്റ് ഒരു ചെറിയ തള വരുമ്പോൾ നമുക്കൊരു തിളക്കരുത്, ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി തീ ഓഫ് ചെയ്ത് വയ്ക്കുക. തൈര് തിളക്കുകയും ചെയ്യരുത്, തിളച്ച് കഴിഞ്ഞത് പിരിഞ്ഞ് കട്ട പോലെ ഇരിക്കും. അപ്പോൾ കഴിക്കാൻ സ്വാദുണ്ടാവില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ചെറിയ തട്ടിക്കൂട്ടൊരു ഒഴിച്ച് കറി, പക്ഷേ നല്ല ടേസ്റ്റായിരിക്കും. മറ്റ് തോരനും മറ്റ് വറവൊക്കെ കൂടി കഴിക്കുമ്പോഴത്തേനും ഈ ഒരു ഒഴിച്ച് കറി നല്ല ടേസ്റ്റായിരിക്കും. അപ്പം ഈസി ആയിട്ടുള്ള നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു ബ്രൗണിലോട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള കറികളൊക്കെ ആയിട്ടുണ്ട്. തോരനും മീൻ വറുത്തതും ഒഴിച്ചുകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ചെറിയൊരു അടുക്കള വിശേഷവും ഉച്ചയൂണിനുള്ള കറികളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സപ്പോർട്ടായിട്ട് എല്ലാവരും വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ ബൈ ബൈ.